ഇന്നും മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞത് മെസ്സി കേരളത്തിലേക്ക് വരുമെന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസത്തിലാണ്. അതിന് ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴും കരാറുകളൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രി ഇപ്പോഴും ഇത് ആവർത്തിക്കുന്നത്? മന്ത്രി വി അബ്ദുറഹ്മാൻ അല്ലേ പറഞ്ഞത്? അദ്ദേഹം ശരിക്കും യഥാർത്ഥത്തിൽ വളരെ സാധുവായിട്ടുള്ള അല്ലെങ്കിൽ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ വിളിച്ച് ഇന്നലെ വൈകുന്നേരം രാത്രി ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇന്നലെ രാത്രി മെസ്സിയായിട്ട് സംസാരിച്ചു. അപ്പോൾ മെസ്സി പറഞ്ഞു, ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോ കരിപ്പൂരിലോ വന്നിറങ്ങിയിട്ട് ബസ്സോ ലോറിയോ എന്തെങ്കിലും കൈയാടിച്ച് നിർത്തി വണ്ടി പിടിച്ചാൽ കൂടെ വന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് പാവപ്പെട്ട അബ്ദുറഹ്മാൻ യഥാർത്ഥത്തിൽ വിശ്വസിച്ചു. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, താങ്കൾ ഈ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കരുത് എന്നുള്ളതാണ്. കാരണം യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ഭക്ഷ്യക്കിറ്റ് കൊടുത്തില്ലെങ്കിലും ഇനിയിപ്പോൾ തൊഴിലായ്മ മോചനം കൊടുത്തില്ലെങ്കിലും മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തില്ലെങ്കിലും ഒക്കെ താങ്കളുടെ മണ്ഡലത്തിലെ മലപ്പുറത്തേക്ക് ആളുകൾ സഹിക്കും. പക്ഷേ 15 വയസ്സ് മുതൽ ഏതാണ്ട് 35 വയസ്സ് വരെയുള്ള മലപ്പുറത്തെ സാധാരണക്കാരായിട്ടുള്ള കളിഭ്രാന്ത് മൂത്തിട്ടുള്ള ആളുകളൊന്നും ഇത് സഹിക്കില്ല. അതുകൊണ്ട് ഈ ഡയലോഗ് വീണ്ടും വീണ്ടും പറയാതിരിക്കുന്നത് അബ്ദുറഹ്മാൻ നല്ലതായിരിക്കും. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ വന്നില്ലെങ്കിൽ ഇനി അടുത്ത തവണ വരും എന്ന് പറയും ഷിബിൽ, അല്ലാതെ ഇതിനകത്ത് വേറെ കഥയൊന്നുമില്ല. ഇതിപ്പോൾ ഇനി യഥാർത്ഥത്തിൽ ഈ ലയണൽ ആന്ദ്രിയാസ് മെസ്സിയോ അർജന്റീനൻ ഫുട്ബോൾ ടീമൊക്കെ വരണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രോക്കർമാരുമായിട്ട്, അതായത് ഇവരെ കൊണ്ടുവന്ന ആളുകളുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് തന്നെ വലിയ തുകകൾ കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് നമ്മൾ ബിൽഡ് ചെയ്താൽ മാത്രമേ അവരെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അല്ലാതെ ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളൊക്കെ വിചാരിക്കും മന്ത്രി അബ്ദുറഹ്മാൻ വലിയ ആളല്ലേ എന്നൊക്കെ വിചാരിക്കും. എന്നും പറഞ്ഞ് മന്ത്രി അബ്ദുറഹ്മാൻ രാവിലെ വിളിച്ചിട്ട്, ഹലോ ലയണൽ ആന്ദ്രിയാസ് മെസ്സി അല്ലേ, മെസ്സി മച്ചാൻ എവിടെയാണ് എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. അയാളുടെ ഫോണിൽ പോലും കിട്ടില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്നൊക്കെ പറയുന്നത് ഒരു റേഞ്ചിനും അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരാളാണ്. അത് നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആ ജനങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ ആളുകൾ ആരും ചോദ്യം ചെയ്യാത്തത്. ഇനി നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും മനസ്സിലായിട്ടില്ല. കാരണം അല്ലെങ്കിൽ ആൻഡോ അഗസ്റ്റിൻ ഇരുന്ന് പറയുകയാണ്, ഞാൻ അവർക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, മറ്റേ പഞ്ചായത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്, കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ട്, പിന്നെ തൊട്ടപ്പുറത്തുനിന്ന് എന്താണ് സി ഗ്രേഡ് ലൈസൻസ് മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇവർ ഇന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഈ പറയുന്ന അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ച് പണം അവർക്ക് വലിയ ആവശ്യമാണ്. അർജന്റീനക്ക് ആകെ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്, അസോസിയേഷനിൽ പണമില്ല. അപ്പോൾ പണം കിട്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രദർശന കളികൾ അവർ തിരഞ്ഞെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവർ അങ്കോളയിലും അതുപോലെ തന്നെ ചൈനയിലും ഒക്കെ മത്സരം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നടത്തുമെന്ന് പറഞ്ഞതിന് തന്നെ ആൻഡോ അഗസ്റ്റിൻ വന്നിട്ട് പറയുന്ന മറുപടി, നമുക്ക് 7 ദിവസം ആവശ്യമുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിലേക്കൊക്കെ മറ്റേ അവിടെ എവിടെയെങ്കിലും പോയി കളിച്ചോട്ടെ എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ തൊട്ട് അടുത്തുള്ള ഏതെങ്കിലും രാജപ്പനോ ഹസനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ കളിക്കാൻ വരുന്ന പോലെ ആണ് ശരിക്കും ആൻഡോ അഗസ്റ്റിൻ പറയുന്ന പോലെ തോന്നുന്നത്. ഇനി ആർക്കാണ് ഇവർ മെയിൽ ചെയ്തിട്ടുള്ളത് അത് യഥാർത്ഥത്തിൽ നമുക്കൊന്നറിയണം. ഒന്ന്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഷിബിൽ, ഇത് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഫിഫ റാങ്കിങ്ങിൽ 50-നകത്ത് നിൽക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങളെ 3 രാജ്യങ്ങളെ 4-5 രാജ്യങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യുകയും അതിൽ ആരുമായിട്ടാണ് കളിക്കേണ്ടതെന്ന് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിക്കുകയും ചെയ്തിട്ട് ആ ടീമിനെ കൂടി നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ ടീമിനെ ആരോ കൊണ്ടുവരാൻ പോണ്? അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഒരു പരിപാടി കണ്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പറയുന്നത് ഇവിടെ വന്നിട്ട് ആരായിട്ട് കളിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ആരായിട്ട് കളിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പോലും ഒരു ധാരണയില്ല. യഥാർത്ഥത്തിൽ ഇവിടെ കളിക്കണമെങ്കിൽ അവർ ഇതുപോലെയുള്ള എതിരാളികൾക്ക്, ഇപ്പം ഇവർക്ക് നമ്മൾ 200 കോടി കൊടുക്കണമെങ്കിൽ അവർക്കൊരു 50 കോടിയെങ്കിലും കൊടുക്കേണ്ടി വരും. ആ 50 കോടിയെങ്കിലും കൊടുത്ത് കൊണ്ടുവരേണ്ടി വരും. അതിൽ ഏഷ്യയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഷിബിൽ രാവിലെ പറഞ്ഞ പോലെ എനിക്കറിയില്ല, 2 ടീമുകളെ ഉള്ളൂ എന്ന് കേൾക്കുന്നു ആ ലിസ്റ്റിൽ. ബാക്കി യൂറോപ്പിൽ നിന്നുള്ള ടീമിനെ നോക്കുന്നു എന്നൊക്കെ പറയുന്നു. യൂറോപ്പിൽ നിന്നുള്ള ടീമിനെ നോക്കൽ നടക്കുന്ന കാര്യമല്ല, മനസ്സിലായോ? അപ്പം ഇവർക്ക് 300 കോടിയാണ് ചിലവ് പറഞ്ഞെങ്കിൽ ഈ യൂറോപ്പിലുള്ള ടീമിനെ വിളിക്കുമ്പോൾ അവർക്ക് 500 കോടി ചിലവ് വരും. മനസ്സിലായി? അവരവിടെ ദരിദ്രമായിട്ട് കഞ്ഞി കുടിക്കാൻ കാശൊന്നും ഇല്ലാതിരിക്കണമല്ല. പിന്നെ ഏതെങ്കിലും വല്ല ഒരു ആഫ്രിക്കൻ അല്ലെങ്കിൽ അതുപോലെയുള്ള വളരെ ചെറിയ രാജ്യങ്ങളെ ഏതെങ്കിലും നമ്മൾ നോക്കിയിട്ട് അവരിൽ ആരെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ തന്നെ അത് ഈ പറയുന്ന അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ കൂടി അംഗീകരിക്കണം. അപ്പം ഇനി ഇതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. അതുകൊണ്ട് ഇതൊക്കെ എന്താണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളിനി മറ്റൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ അജു വർഗീസോ അല്ലെങ്കിൽ സലീം കുമാറോ അല്ലെങ്കിൽ ഇപ്പം മറ്റേ പ്രേംകുമാറോ പോലെയുള്ള ഒരു നടന്മാർ പോലും സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 4-5 ബൗൺസേഴ്സൊക്കെയാണുള്ളത്. മനസ്സിലായോ? ഇപ്പോൾ 2 പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ചില നടിമാരൊക്കെ പോകുമ്പോൾ പോലും 5 ബൗൺസേഴ്സൊക്കെയാണ് ചുറ്റും നിൽക്കുന്നത്. അപ്പോൾ അവർ വരുന്നതിൻ്റെ ചിലവ് തന്നെ എത്രയാണ്?
അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ലയണൽ ആന്ദ്രിയാസ് മെസ്സി എന്ന് പറയുന്ന ഒരു കാര്യം. 5 തവണ ലോക ഫുട്ബോളിൽ തന്നെ ബാലൻ ഡി ഓർ പുരസ്കാരം നേടിയ 2 താരങ്ങൾ. അതിലൊന്ന് ലയണൽ ആന്ദ്രിയാസ് മെസ്സിയും രണ്ടാമത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഏതാണ്ട് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം അദ്ദേഹത്തിൻ്റെ വരുമാനം എനിക്ക് തോന്നുന്നു 780 800 കോടി രൂപയുടെ അടുത്താണ്, 800 കോടി ഡോളറിൻ്റെ അടുത്താണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ താരങ്ങൾ ഇങ്ങോട്ടൊക്കെ വരും എന്നുള്ളത് ഇതുപോലെ നിസ്സാരമായി പറയാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയർ എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സംശയം തോന്നുന്നൊരു കാര്യം. പിന്നെ ചിലരൊക്കെ വിചാരിക്കുന്നത് അബ്ദുറഹ്മാനോ അല്ലെങ്കിൽ ആൻഡോ അഗസ്റ്റിനോ ഒക്കെ രാവിലെ ഇരുന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അപ്പാ മോനെ ബസ്സി വണ്ടി കയറിക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി ഓടി ചെന്ന് അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഏതോ ട്രെയിൻ പിടിച്ച് അവിടെ നിന്ന് നേരെ എയർപോർട്ടിൽ വന്ന് നേരെ ഇങ്ങോട്ട് എന്ത് ചെയ്യും വരുമെന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ ഇനി ഏറ്റവും വലിയൊരു തമാശയാണ് ഇവരിലൂടെ ഇരിക്കുന്നത്. ഇവർ ഏത് ഭാഷയിൽ സംസാരിക്കുമല്ലോ? മലയാളത്തിലോ അതോ സ്പാനിഷിലോ ഇംഗ്ലീഷിലോ എന്താണ് ഇവർ പറയണത്? എനിക്കും ആലോചിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്കൊരു മൈൽഡായിട്ട് ചെയ്തത്, കാരണം അന്നേരം ഞാൻ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതിനെ കുറച്ചുകൂടി കഴിഞ്ഞ് ഞായറാഴ്ച ഇരുന്ന് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയപ്പോഴാണ് ലോകത്ത് എങ്ങനെയാണ് ഈ കളി നടക്കുന്നത്. ഇപ്പോൾ 2 ലോകകപ്പുകൾ അല്ലെങ്കിൽ അടുത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഈവൻറ്റുകൾ, ഇതെല്ലാം തന്നെ വളരെ മുൻകൂട്ടി തീരുമാനിച്ച് കഴിഞ്ഞു. ഇനി ഇതൊക്കെ പോട്ടെ, ഇവിടെ വന്ന് എവിടെ കളിക്കൂര്? എവിടെ കളിക്കും? മലപ്പുറത്തുള്ള ഏതെങ്കിലും പറമ്പിലോ കണ്ടത്തിലോ മറ്റേ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തോ ഇറങ്ങി മെസ്സിയൊക്കെ കളിച്ചോളുക. ഇനി അല്ലെങ്കിൽ നിലമ്പൂരോടെ കളി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടദോഷത്തിൽ ജയിക്കാൻ പറ്റിയേക്കും. അപ്പോൾ നിലമ്പൂരോടെ കളി വെക്കും. ഇനി കളി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് ആനയും കൂടി ഓടി വരുമ്പോൾ നമുക്ക് ആനക്ക് തോന്നുകയാണ് നമുക്കൊന്ന് ഫുട്ബോൾ കളിച്ചേക്കാം. അപ്പം ഇന്ന് ആനക്കോ പുലിക്കോ തോന്നിയാൽ വേണമെങ്കിൽ അവരും കൂടി ഓടി വന്ന് കളിക്കും. എന്താണ് ഇവർ പറയണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പാവം പിടിച്ച അബ്ദുറഹ്മാൻ സഖാവിനോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, മര്യാദക്ക് ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റ് പോലും വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാനത് പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടുന്ന വിവരം, ഞാൻ ചില ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളും ഇവരൊക്കെയായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയൊക്കെ അവർ വരണമെങ്കിൽ അതികഠിനമായിട്ടുള്ള നിബന്ധനകൾ അതിൽ എഴുതി ചേർത്തുണ്ടാവും. ഫണ്ട് ആദ്യമേ തന്നെ കൊടുക്കേണ്ടി വരും. അതൊക്കെയാണ്. ഇനി ആൻഡോ അഗസ്റ്റ് പറയുന്ന ഒരു വാചകം കേട്ട് എനിക്ക് ചിരി വന്നു. അതായത് അവർ വരാനുള്ള ഡേറ്റ് കൺഫേം ചെയ്ത് നമ്മൾ ഫണ്ട് കൊടുക്കാം. ലോകത്ത് ലയണൽ ആന്ദ്രിയാസ് മെസ്സി വരുമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ പറയുമ്പോൾ തന്നെ കാശിടാൻ തയ്യാറുള്ളവരുണ്ട്. ഇനി അതിൻ്റെ മറ്റേ പ്രദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ആരാണ് സംപ്രേഷണം ചെയ്യുന്നത്, എങ്ങനെയാണ് വിറ്റ് പോകുന്നത്, ഇതെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്നും തീരുമാനിക്കാതെ പാവം പിടിച്ച അബ്ദുറഹ്മാൻ വലിയൊരു പുലിവാലിലേക്കാണ് ചെന്ന് ചാടിയിട്ടുള്ളത്. സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ കെണിയിൽപ്പെട്ട ഒരു മന്ത്രി എന്ന് പറയുന്നത് AK ശശീന്ദ്രനായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം പുലിയും ആനയുടെയൊക്കെ ആക്രമണത്തിൽ അദ്ദേഹം ആകെ വശംബദ്ധനായിട്ടിരിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിനൊരു രക്ഷയില്ല. അപ്പോൾ അതിനേക്കാൾ വലിയ കെണിയിലേക്കാണ് യഥാർത്ഥത്തിൽ മുണ്ടും മടക്കി കുത്തി നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബ് നടന്നു കയറിയിട്ടുള്ളത്. എനിക്കിത് വളരെ സഹതാപമുണ്ട് അദ്ദേഹത്തോട്. പക്ഷേ മറ്റൊന്നും പറയാനില്ല. ഇതിൽ ഇനി ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 2 ദിവസമായിട്ട് പിള്ളേരായിട്ട് കളിച്ച് ഒക്കെ വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷെ എനിക്ക് സ്വൈര്യം തരില്ല എന്നുള്ളതാണ്. ഇനി ഇതുപോലെ ചില തള്ളൊക്കെ പറഞ്ഞാൽ ആരും വന്ന് ചോദിക്കും ആൻഡോ, അതല്ലാതെ അതിലിപ്പോൾ വിരോധമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതുപോലെ തന്നെയാണ് ഇവർ സച്ചിൻ ടെണ്ടുൽക്കറേയും അമിതാഭ് ബച്ചനെയും ഒക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. പക്ഷെ അവർ രണ്ടുപേരും അറിഞ്ഞിട്ടുണ്ടായില്ല. സച്ചിൻ ടെണ്ടുൽക്കർ അമിതാഭ് ബച്ചനും പോലും അത് അറിഞ്ഞിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ലയണൽ മെസ്സി ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ കോൺട്രാക്ട് വെച്ചിട്ടുണ്ട്. കോൺട്രാക്ട് പ്രകാരമുള്ള ഒരു ഡീലിങ്സ് ഒന്നും നടത്താൻ കേരളത്തിന് കഴിയില്ല. പിന്നെ ഞാൻ ചോദിച്ച പ്രശസ്തമായ ചോദ്യം, ഏത് ഗ്രൗണ്ടിൽ കളിക്കൂരി? കൊച്ചിയിൽ കളി നടത്താം, മറ്റേ തിരുവനന്തപുരത്ത് കളി നടത്താം എന്നൊക്കെ പറയാം. ആ കളിസ്ഥലങ്ങൾ പോലും ഇപ്പോൾ കേരള ഫുട്ബോൾ അസോസിയേഷനോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനോ പോലും അത് മികച്ച ഗ്രൗണ്ടുകളാണ് എന്ന് പറയുന്നില്ല. അപ്പോൾ അതിൽ ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണം. ഇത് എവിടെ നിന്ന് കൊണ്ടുവരും? ഇത് ഇനി ഖജനാവിൽ നിന്ന് കാശെടുത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, നടക്കില്ല. പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വളരെ വികാരപരമായിട്ടൊക്കെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അതെന്താണെന്നറിയോ? അല്ല സാറേ, ഇതൊക്കെ മെസ്സിയൊക്കെ വരണമെങ്കിൽ അതിൻ്റെ പണിയൊക്കെ ഇപ്പോഴേ തുടങ്ങണ്ടേ, അത് തുടങ്ങിയിട്ടില്ലല്ലോ എന്നാണ്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പുള്ളിയെടുത്ത് പറഞ്ഞായിരുന്നു, അതിന് അവർക്കറിയാമല്ലോ വരില്ലെന്ന്, പിന്നെന്തിനാ പണി തുടങ്ങുന്നത്? എനിക്കറിയാം എൻ്റെ വീട്ടിലേക്ക് നാളെ പ്രധാനമന്ത്രി വരില്ലാന്ന്. പക്ഷെ ഞാൻ ആരുടെങ്കിലും ചെന്ന് ചുമ്മാ തള്ളുകയാണ്, എനിക്ക് പ്രധാനമന്ത്രി വരും, അല്ലെങ്കിൽ മറ്റേ ബെയ്ജിങ് പൂട്ടി വരും, അല്ലെങ്കിൽ ഇതുപോലെ ലയണൽ ആന്ദ്രിയാസ് മെസ്സി വരും, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വരുമെന്നൊക്കെ തള്ളാം. പക്ഷെ ഞാൻ വീട്ടിൽ പെയിൻ്റൊന്നും അടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? എനിക്കറിയാൻ നടക്കൂലെന്ന്.
സാർ ഇങ്ങനെ വരുമെന്ന് പറയുമ്പോൾ മറ്റൊരു ചർച്ച നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സ്പോർട്സും കായിക വകുപ്പൊക്കെ എത്രത്തോളം വികസിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇന്ത്യയിൽ കളിക്കുന്ന കേരളത്തിലെ പ്രധാന താരങ്ങൾ പറയുന്നത് നിങ്ങൾ അർജന്റീനൻ ടീമിനെ കൊണ്ടുവരുന്നതിന് പകരം കേരളത്തിൽ നല്ല അക്കാഡമികളും നല്ല സൗകര്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് അതിലേക്ക് ആളുകൾ ശ്രദ്ധ തിരിക്കാത്തത്? ഒന്ന്, ഷിബിലി അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. അതിൻ്റെ കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ, ഷിബിലി ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും വലിയ കയ്യടി നേടിത്തരില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. കൊച്ചിൻ കോർപ്പറേഷനിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഞാൻ ഇപ്പം ഞാൻ മേയർ ആവുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെ മേയർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിഗംഭീരമായിട്ടൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കുകയാണ്. ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കി വേസ്റ്റ് എല്ലാം കൃത്യമായി മാനേജ് ചെയ്യപ്പെടുന്നു, നഗരത്തിലെങ്ങും വേസ്റ്റ് ഇല്ല എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായി വിചാരിച്ചു. എനിക്ക് വലിയ കയ്യടിയൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ജനങ്ങൾ അറിയുന്നില്ല അതിൻ്റെ പ്രശ്നം. കാരണം ആ പ്രശ്നം അവരുടെ മുമ്പിൽ ഇല്ല. അതേസമയം ഞാൻ ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കേണ്ട കോടിക്കണക്കിന് രൂപ എടുത്തിട്ട് ഓരോരുത്തരുടെ വീട്ടിലേക്ക് 2 കോഴിയും ഒരാടും ഒരു തയ്യൽ മെഷീനും ഒക്കെ വീതം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഗംഭീരമായ കയ്യടിയുണ്ട്. ഇത് ജനങ്ങളെ എങ്ങനെ പറ്റിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ലയണൽ മെസ്സി വരും എന്നൊക്കെ പറയുന്നത്. മെസ്സി വരും എന്ന് പറഞ്ഞാൽ കയ്യടി കിട്ടും. അതേസമയം ഷിബിലി അറിയേണ്ടത് വളരെ മാന്യമായിട്ട് കൃത്യമായിട്ട് അവനവൻ്റെ പണി ഒരു മന്ത്രി ചെയ്യണമെന്ന് വിചാരിച്ചു നമ്മൾ പലപ്പോഴും അറിയാതെ പോകും. ഇപ്പം സ്പോർട്സിൽ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു, നടപടികൾ കൊണ്ടുവന്നു. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒറീസ ഗവൺമെൻറ് നവീൻ പട്നായിക് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഒരാളാണ്. അങ്ങനെ കൊണ്ടുവന്ന അദ്ദേഹം ട്രൈബൽ ആദിവാസി വിദ്യാർത്ഥികളെയൊക്കെ തന്നെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത് ഉപയോഗിച്ചതാണ്. അതിനുശേഷം അവരുടെ ഹോക്കി ക്യാപിറ്റലാക്കി മാറ്റിയതാണ് ഭുവനേശ്വറിനെ. അപ്പോൾ ആ ഹോക്കി അദ്ദേഹം വലിയ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മത്സരങ്ങൾ അവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് നടത്തിയാൽ കയ്യടി കിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഷിബിലി പറഞ്ഞ പോലെ ഇത് മെസ്സി വന്നാൽ പോലും അത് വലിയ തോതിലൊക്കെ ഉണർവുണ്ടാക്കും. കാരണം ഇപ്പോൾ 300 കോടി രൂപ ചിലവ് വരുമെന്ന് വെച്ചാൽ വേണമെങ്കിൽ അതിൽ നിന്ന് ഒരു 1000 കോടി രൂപ ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ESPN, സ്റ്റാർ സ്പോർട്സ്, നിരവധി ഇത്തരത്തിൽ സ്പോർട്സ് ചാനലുകളൊക്കെ തന്നെ ലോകത്ത് ഈ മത്സരം വേണമെങ്കിൽ സംപ്രേഷണം ചെയ്യും. പക്ഷെ അതിന് നമ്മളൊരു കാര്യമുണ്ട്, മറ്റേ ഈ പറയുന്ന മലപ്പുറത്തെ ഏതെങ്കിലും പറമ്പിലോ കണ്ടത്തിലോ ഒന്നും കളി വെക്കരുത്. ഒന്ന്. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും മികച്ച ടീമിനെ തന്നെ മത്സരിക്കാനെതിരെ ഇവർക്ക് കൊണ്ടുവരണം. കാരണം ആ കളി ആസ്വാദികരമായിരിക്കണം. അല്ലാതെ ഇന്ത്യൻ ടീമിനെ കളിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ഇന്ത്യൻ ടീം എത്രാമത്തെ സ്ഥാനത്താണ്? 106ാമത്തെ സ്ഥാനത്താണ്. അത് തന്നെ മഹാഭാഗ്യം. ശരിക്കും നമ്മൾ നേരത്തെ 120, 130 അപ്പോൾ 106ാമത്തെ സ്ഥാനത്താണ്. ഈ 106ാമത്തെ സ്ഥാനത്തായിട്ടുള്ള ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീം ചെന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 25, 30, 40 ഗോളിനൊക്കെ തോക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കളിയാവരുത്. പകരം കുറച്ചുകൂടി മികച്ച ടീമിനെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അത്തരത്തിൽ നല്ല കളികൾ നടക്കും. അതിനൊക്കെയുള്ള വലിയ സാധ്യതകളുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നമ്മളിത് ചർച്ച ചെയ്യേണ്ട പോലും ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മെസ്സി വരാൻ പോകുന്നില്ല, അർജൻറ്റീനിയൻ ടീമും വരാൻ പോകുന്നില്ല. ചില ആളുകളൊക്കെ പറയുന്ന അർജൻറ്റീനിയൻ ടീം മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നേക്കുമെന്നാണ്. അപ്പോൾ അതൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ അസാമാന്യമായ ധൈര്യത്തിലാണ് അബ്ദുറഹ്മാൻ പറഞ്ഞിട്ടുള്ളത് ഉറപ്പായും മെസ്സി വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞൊരു വാചകമുണ്ട് അവസാനം, ഒരു ചെറിയ ഗ്യാപ്പ് പുള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വരില്ല എന്നവർ തീരുമാനിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇനി കാശൊക്കെ പുള്ളിയിൽ റെഡിയാണ്, കാശ് കൊടുക്കണമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ കാശ് കൊടുക്കാൻ പുള്ളി റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ചില പേപ്പേഴ്സ് കിട്ടാത്തത് കൊണ്ടിട്ട് പുള്ളി കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ വലിയ തമാശയും കോമഡിയുമായിട്ട് നമ്മൾ എടുത്താൽ മതി. നമ്മളിപ്പോൾ നാട്ടിൻപുറത്തൊക്കെ അങ്ങനെയുള്ള നിരവധി ആളുകളുണ്ട്. ചുമ്മാ കുറച്ച് തപ്പുളു പറയുകയും തള്ളു പറയുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്കറിയാം ചിലപ്പോൾ അവർ പറയുന്നതൊക്കെ നുണയിരിക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം അറിയാം. പക്ഷേ എന്നാലും എന്ത് ചെയ്യും. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പുള്ളിയുണ്ട്. പുള്ളിയുടെ പേര് സുനി എന്നായിരുന്നു. വലിയ വണ്ണമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളി ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി. ആ വീട്ടിലേക്ക് കയറിപ്പോയപ്പോഴത്തേക്ക് ഞാൻ നൂല് പിടിച്ച് കയറിപ്പോണം എന്നാണ് പുള്ളി പറയുന്നത്. ഇതിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ. അപ്പോൾ ഞങ്ങളൊക്കെ ഈ നൂല് പിടിച്ച് കയറിപ്പോണം അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോഴേ പുള്ളി പറയുന്നത് അത്ര വലിയ വീടാണ്, റൂമൊക്കെ നമ്മൾ തെറ്റിപ്പോകും, അതുകൊണ്ട് നൂല് പിടിച്ച് തന്നെ എന്ത് ചെയ്യണം ഇറങ്ങി വരണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഇതങ്ങോട്ട് പെടുത്തി നമ്മൾ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. അല്ലാതെ പാവപ്പെട്ട സാധാരണക്കാരായ മലപ്പുറത്തെ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്നും വിചാരിക്കരുത് അബ്ദുറഹ്മാൻ സാഹിബിനെ പരിചയക്കണേണ്. കാരണം പുള്ളി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചു. ഇന്നലെ രാവിലെ ഞാൻ മെസ്സിയായിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ മെസ്സി കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെസ്സി പറഞ്ഞു ഈ കഞ്ഞി കുടിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ അവിടെ നിന്ന് വണ്ടി കയറും എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാം. എന്നിട്ട് മലപ്പുറത്തെ ഏതോ കണ്ടത്തിലോ പറമ്പിലോ വന്നിട്ട് പുള്ളി കളിക്കും. അത് കഴിഞ്ഞ് ഇനി 11 പേരില്ലെങ്കിൽ കുഴപ്പമില്ല, പുള്ളി 7s വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്തിട്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു ഗോലി സോഡയും അതുപോലെ തന്നെ എന്ത് ചെയ്യണം
ഒരു പപ്സും കഴിച്ചിട്ട് പുള്ളി എന്ത് ചെയ്യും, സ്ഥലം വിടും. ഇനി അത് കഴിഞ്ഞിട്ട് കുഴിമന്തി ആരെങ്കിലും മേടിച്ച് തന്നാൽ അതും കൂടി പുള്ളി കഴിക്കും എന്ന് പറഞ്ഞാൽ കുശാലായി. പുള്ളി അതൊക്കെ കിട്ടാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാവം ലയണൽ മെസ്സി അവിടെ അർജന്റീനയിൽ നിൽക്കുന്നത് കണ്ടു എന്നും കൂടി പറഞ്ഞാൽ ഗംഭീരമാവും.